ശരാവതി കേബിൾ സ്റ്റേഡ് പാലം കർണാടകയിലെ ശിവമോഗ്ഗ ജില്ലയിൽ ശരാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ആധുനിക എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ശരാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ കേബിൾ സ്റ്റേഡ് പാലം കർണാടകയുടെ ഗതാഗത ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. സിഗന്തൂർ പാലം എന്നും അറിയപ്പെടുന്ന ഇത് കേവലം ഒരു കോൺക്രീറ്റ് നിർമ്മിതിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി ഒറ്റപ്പെട്ടുപോയ ഒരു ജനതയുടെ സ്വപ്നസാക്ഷാത്കാരമാണ്. 1960കളിൽ ലിംഗനമക്കി അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ ശരാവതി നദിയിലെ ജലനിരപ്പ് ഉയരുകയും നിരവധി ഗ്രാമങ്ങൾ കരയുമായി ബന്ധമില്ലാതെ ദ്വീപുകളായി മാറുകയും ചെയ്തിരുന്നു. അന്ന് മുതൽ ഇവിടുത്തെ ജനങ്ങൾ പുറംലോകവുമായി ബന്ധപ്പെടാൻ അപകടം നിറഞ്ഞ ബാർജ്, ഫെറി യാത്രകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ ദുരിതയാത്രകൾക്ക് അറുതി വരുത്തിക്കൊണ്ടാണ് ഏകദേശം 472 കോടി രൂപ ചെലവിൽ കേന്ദ്ര സർക്കാർ ഈ വിസ്മയ പാലം പണിതീർത്തത്. എഞ്ചിനീയറിംഗ് മികവിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ മുൻനിര പാലങ്ങളിലൊന്നാണ് ശരാവതിയിലേത്. 2.44 കിലോമീറ്റർ നീളമുള്ള ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എക്സ്ട്രഡോസ്ഡ് എന്ന നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ്. ഇത് സാധാരണ കേബിൾ പാലങ്ങളെക്കാൾ കൂടുതൽ ബലവും ഈടുനിൽപ്പും നൽകുന്നു. വലിയ 4 പൈലോണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന 96 ഹൈ ടെൻസൈൽ സ്റ്റീൽ കേബിളുകളാണ് പാലത്തെ താങ്ങി നിർത്തുന്നത്. 16 മീറ്റർ വീതിയുള്ള ഈ പാലത്തിൽ കാറുകൾക്കും മറ്റു വലിയ വാഹനങ്ങൾക്കും സുഗമമായി സഞ്ചരിക്കാൻ വിശാലമായ പാതയുണ്ട്. രാത്രികാലങ്ങളിൽ ഈ പാലം ഒരു വലിയ ദീപാലങ്കാരം പോലെ തിളങ്ങുന്ന വിധത്തിലാണ് ഇതിന്റെ വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. യാത്രക്കാരുടെ സൗകര്യം പരിഗണിക്കുമ്പോൾ സിഗന്തൂർ ചൗഡേശ്വരി ക്ഷേത്രത്തിലേക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കും പോകുന്ന തീർത്ഥാടകർക്ക് ഈ പാലം വലിയ ആശ്വാസമാണ്. മുൻപ് മണിക്കൂറുകളോളം ബാർജിനായി കാത്തുനിൽക്കേണ്ടി വരുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ നദി മുറിച്ചു കടക്കാം. സാഗർ പട്ടണത്തിൽ നിന്നുള്ള യാത്രാസമയം ഏകദേശം 2 മണിക്കൂറോളം കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെയും തെളിനീരൊഴുകുന്ന ശരാവതിയുടെയും പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഈ പാലം ഇപ്പോൾ കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര ആകർഷണമായും മാറിയിട്ടുണ്ട്. സാമ്പത്തികമായും വിനോദസഞ്ചാരപരമായും ശിവമോഗ ജില്ലയുടെ മുഖച്ഛായ മാറ്റാൻ ഈ പാലത്തിന് കഴിഞ്ഞിരിക്കുന്നു.